ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈം 3.01 എങ്ങനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ബാങ്ക് റീകൺസിലിയേഷൻ എന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അതേപോലെ തന്നെ UAE-യിലാണെങ്കിലും എപ്പോഴും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബാങ്ക് റീകൺസിലിയേഷൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് റീകൺസിലിയേഷൻ, എങ്ങനെയാണ് റീകൺസിലിയേഷൻ ചെയ്യേണ്ടത്, എന്തിനാണ് റീകൺസിലിയേഷൻ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾക്ക് മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട് റീകൺസിലിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ടാലിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റീകൺസിലിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. ഇനി ഒരു ഐഡിയും കൂടി ഉണ്ട് എനിക്ക്, shyamastaliclass@gmail.com. അപ്പോൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ GST പ്ലസ് ടാലി പ്രൈമാണ് എടുക്കുക. ഇനി UAE-യിലാണെന്നുണ്ടെങ്കിൽ ടാലി പ്രൈം പ്ലസ് വാറ്റും കൂടിയിട്ടാണ് എടുക്കുക. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ മെയിലിലേക്ക് ഒന്ന് മെയിൽ ചെയ്തോളൂ. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്പനി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻട്രീസ് ഒക്കെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ചെയ്യുക, ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബാങ്ക് റീകൺസിലിയേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്നുള്ളത് ആദ്യം നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു ബാങ്കിൻ്റെ ലെഡ്ജർ ഉണ്ടായിരിക്കും. നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരു ബാങ്കിൻ്റെ ലെഡ്ജർ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് ബാങ്കിൽ നമുക്കൊരു പാസ്ബുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഡേറ്റിലും നമ്മൾക്ക് ഈ നമ്മളുടെ കമ്പനിയുടെ ബുക്സ് പ്രകാരം ബാങ്കിൻ്റെ പാസ്ബുക്ക് പ്രകാരം, അതായത് നമ്മളുടെ തന്നെ പാസ്ബുക്ക് പ്രകാരം എൻട്രികളെല്ലാം മാച്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കലിനെയാണ് നമ്മൾ റീകൺസിലിയേഷൻ എന്ന് പറയുക. അതായത് റെക്ടിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റീകൺസിലിയേഷൻ എന്ന് പറയുക. ഇത് പല കാരണങ്ങൾ കൊണ്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അടുത്ത സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഈ ഫിഗേഴ്സ് വ്യത്യാസപ്പെടുക, എന്തുകൊണ്ടാണ് വ്യത്യാസം കാണിക്കുക എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ ബാങ്കിന്റെ ലെഡ്ജറും അതേപോലെ തന്നെ ബാങ്കിന്റെ പാസ്ബുക്കും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. അപ്പോൾ നമുക്ക് അതിലെ ഫസ്റ്റ് റീസൺ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ എപ്പോഴും അക്കൗണ്ടിങ്ങിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അക്രൂവൽ മെത്തേഡാണ്. എന്താണ് അക്രൂവൽ മെത്തേഡ് എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് റെക്കോർഡ് ചെയ്യും. അതിലവർക്ക് ക്യാഷ് കിട്ടിയോ അല്ലെങ്കിൽ ക്യാഷ് പോയോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കാറില്ല. ഇപ്പം നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബുക്കിൽ നമ്മൾ എൻട്രി ചെയ്യും ബൈ പാർട്ടി ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ പാർട്ടി ചെക്ക് ബാങ്കിൽ കൊണ്ടേ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ബിസിനസിൻ്റെ ലെഡ്ജറും ബാങ്കിൻ്റെ പാസ്ബുക്കും തമ്മിൽ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഡിലേ ആണ്. അതായത് ഇപ്പം നമുക്ക് ഒരു ചെക്ക് കിട്ടി, അപ്പം നമ്മൾ ആ ചെക്ക് നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് അത് കളക്ഷന് പോയി വരണമെന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ഡിസോണഡ് ആണ്. എന്താണ് ചെക്ക് ഡിസോണർ? ഇപ്പം നമുക്കൊരു ചെക്ക് കിട്ടി, ചെക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്താണ് എൻട്രി ഇട്ടു ബൈ ബാങ്ക് ടു പാർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുക്കിൽ നമ്മൾ എൻട്രി ഇട്ട് വെച്ചു. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ചെക്ക് ഡിസോണർ ആയി എന്ന്. അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി ആദ്യം എൻട്രി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടും തമ്മിൽ എന്താണ് മിസ്മാച്ച് കാണിക്കും. അടുത്ത റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. ഇപ്പൊ ചില പാർട്ടികളെ നമുക്ക് തരാനുള്ള ചെക്കായിരിക്കും, അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ചെക്ക്, നമുക്ക് തരാനുള്ള ചെക്ക് ബാങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ്, നമ്മുടെ ലെഡ്ജറും എന്താണ് പാസ്ബുക്കും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഫിക്സഡ് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മളിപ്പോൾ ബാങ്കിൽ നമ്മൾ ഒരു പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് പോളിസി, ഇലക്ട്രിസിറ്റി ബില്ല്, ഇതിലൊക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റിന് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു വെക്കാം. അപ്പോൾ ബാങ്ക് ആ കറക്റ്റ് ഡേറ്റ് എത്തുമ്പോൾ എന്താണ് ചെക്ക് കൊടുക്കും. പക്ഷേ നമുക്ക് എന്താണ് ചിലപ്പോൾ അത് വിട്ടുപോകും, നമ്മളുടെ ബുക്കിൽ ആ എൻട്രി എഴുതാൻ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ് അവിടെ എന്താണ് ഒരു മിസ്മാച്ച് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് എന്താണ്, ബാങ്ക് ചാർജസ്. അതായത് ബാങ്ക് ചിലപ്പോൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ചെറിയൊരു ചാർജ് ഈടാക്കും. അപ്പോൾ അതെന്താണ് ബാങ്കിൽ നിന്നാണ് അറിയുള്ളൂ അത്. അപ്പോൾ എന്താണ് നമ്മൾക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ് മിസ്മാച്ച് ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ് പറഞ്ഞാൽ എന്താണ്, ബാങ്ക് ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ ഡിപ്പോസിറ്റിന്റെ മുകളിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ അതും എന്താണ് നമ്മൾക്ക് എന്താണ് ബാങ്കിലാണ് ആദ്യം അത് അഫക്റ്റ് ചെയ്യുക. ആ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അത്. അപ്പോൾ അപ്പോഴും എന്താണ് ഈ ഒരു മിസ്മാച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ബിസിനസിന്റെ ലെഡ്ജറും അതേപോലെ തന്നെ പാസ്ബുക്കും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീകൺസിലിയേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ റീകൺസിലിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്താണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഡെയിലിയോ വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബാങ്കിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഒന്നുകിൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് മെയിൽ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് അവർ നമുക്ക് അയച്ചു തരും. അപ്പോൾ ഡെയിലി റീകൺസിലിയേഷൻ ചെയ്യുന്ന ഫേമുകളുണ്ട്. അത്രയധികം ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഡെയിലി തന്നെ റീകൺസിലിയേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യണം. കാരണം എന്താണ് ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ പിന്നെ വിട്ടുപോകും. അപ്പോൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് പോയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും എന്താണ് ഡെയിലി തന്നെ റീകൺസിലിയേഷൻ ചെയ്യണം. അപ്പോൾ ഡെയിലി റീകൺസിലിയേഷൻ ചെയ്യുന്ന ഒരുപാട് ഫേമുകളുണ്ട്. ഡെയിലി ഒന്നും ഇല്ലെങ്കിലും വീക്കിലി എങ്കിലും നമ്മളുടെ ബിസിനസിന്റെ അക്കൗണ്ടും ബാങ്കും തമ്മിൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മാച്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് റീകൺസിലിയേഷൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ടാലിയിൽ റീകൺസിലിയേഷൻ ചെയ്യാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റീകൺസിലിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടാലിയിൽ നമുക്ക് രണ്ട് തരത്തിൽ നമ്മൾക്ക് ബാങ്കിന്റെ ലെഡ്ജർ എടുത്തിട്ട് നമുക്ക് റീകൺസിലിയേഷൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, യൂട്ടിലിറ്റീസിന്റെ അടിയിൽ ബാങ്കിങ് നോട്ടുണ്ടായിരിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ നോട്ട് വരും. ഇവിടെ നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ബാങ്കിന്റെ ലെഡ്ജർ എന്നുള്ളത് കാണിക്കും. അപ്പോൾ 2 or 3 ബാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ 2 or 3 ബാങ്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റീകൺസിലിയേഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് SIB ബാങ്കാണ്. ഇവിടെ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്കിന്റെ ട്രാൻസാക്ഷൻ കാണിക്കും, ഡേറ്റ്, അതേപോലെ തന്നെ പാർട്ടിക്കുലേഴ്സ്, അതേപോലെ തന്നെ വൗച്ചർ ടൈപ്പ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ബാങ്ക് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഈ ബാങ്ക് ഡേറ്റ് എന്നുള്ളിടത്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേറൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ട് പോയി എന്നിട്ട് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് എടുക്കാം. അതിൽ നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമ്മൾക്ക് അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് കാണാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷും ബാങ്കും കാണിക്കും. ഇവിടെ നമുക്ക് ക്യാഷും ബാങ്കും കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾക്ക് ബാങ്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ SIB ബാങ്ക് എന്നിട്ട് വന്നു. വീണ്ടും നമുക്ക് ഒന്നും കൂടി എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് ഏത് മന്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മന്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മെയ് ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ മെയ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് മെയ്യിൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻ കാണിക്കും, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ ടൈപ്പ്, വൗച്ചർ നമ്പർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ട്രാൻസാക്ഷനും ഇവിടെ നമുക്ക് കാണിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റീകൺസിലിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാങ്കിൻ്റെ ലെഡ്ജറാണ് ഇത്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ റീകൺസിലിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും ഉണ്ട്, അത് വെച്ചിട്ട് എങ്ങനെയാണ് റീകൺസിലിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ബാങ്ക് റീകൺസിലിയേഷന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല, അതിലൊരു വെറുതെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു ചെയ്തിട്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് റീകൺസിലിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് റീകൺസിലിയേഷൻ ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിസിനസിന്റെ ലെഡ്ജറാണ്.
ഇനി നമുക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ റീകൺസിലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു കീ ഇവിടെ അങ്ങനെ കാണും, റീകൺസിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണും. ഓൾട്ട് ആർ അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓൾട്ട് ആർ അടിക്കാം. അതിന് മുമ്പേ നമുക്ക് ഇവിടെ കാണിക്കും ബാലൻസ് പറഞ്ഞിട്ട് ഇവിടെ 6 lakh rupees ഉണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റിലാണെങ്കിൽ ഇത്രയും എമൗണ്ട് ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിട്ട് ഈ ഫിഗറാണ് കിടക്കുന്നത്, 4,53,000 ആണ് കിടക്കുന്നത്. അതായത് ക്രെഡിറ്റും ഡെബിറ്റിൽ നിന്ന് ക്രെഡിറ്റ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫിഗറാണ് ഈ കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റീകൺസിൽ ചെയ്യാണ് വേണ്ടത്, അതായത് നമ്മുടെ ലെഡ്ജറും പാസ്ബുക്കും കൂടിയിട്ട് കമ്പയർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റീകൺസിൽ എന്നുള്ള കീയാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഓൾട്ട് ആർ അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് റീകൺസിൽ എടുത്തു. അപ്പോൾ റീകൺസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പുതിയ കോളം വരും, ബാങ്ക് ഡേറ്റ് എന്നുള്ളൊരു കോളം വരും. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ റീകൺസിലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ബിസിനസിന്റെ ലെഡ്ജർ ആണ് ഇത്. ഇനി നമ്മൾ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ ലെഡ്ജറിലും സ്റ്റേറ്റ്മെന്റിലും ഒരേ ഫിഗർ ആണ് വന്നിരിക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ബാങ്ക് ഡേറ്റ് എന്നുള്ളടത്ത് സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ രണ്ടിലുള്ളതിന് ടിക്ക് ചെയ്യുമല്ലോ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ടിക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ബാങ്ക് ഡേറ്റ് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ബാങ്ക് ഡേറ്റ് എന്നുള്ളടത്ത് സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അതായത് പാസ്ബുക്കിലെ ഡേറ്റ്, പാസ്ബുക്കിലെ ഈ എൻട്രി എന്നാണോ വന്നിരിക്കുന്നത് ആ ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളത് ലെഡ്ജറിൽ നിന്ന് പാസ്ബുക്കിലേക്കാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലെഡ്ജറിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ട്, അത് പാസ്ബുക്കിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ബാങ്കിന്റെ ലെഡ്ജറിൽ, അതായത് നമ്മുടെ ബിസിനസിന്റെ ലെഡ്ജർ വന്നിട്ടുണ്ട്, അത് പാസ്ബുക്കിൽ വന്നിട്ടില്ല. അപ്പം അതിനർത്ഥം എന്താണ്, ആ ഫിഗർ എന്താണ്, ബാങ്കിലേക്ക് വന്നിട്ടില്ല. ബാങ്കിലേക്ക് എന്നാണോ വരുന്നത് അന്ന് മാത്രമാണ് നമ്മൾ അഫക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത്, ലെഡ്ജറിലും ഉണ്ട് പാസ്ബുക്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, പാസ്ബുക്കിലെ ഡേറ്റ് അടിച്ചു കൊടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ലെഡ്ജറിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ട് പാസ്ബുക്കിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ട്, പക്ഷെ അത് ലെഡ്ജറിനെ അഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ എൻട്രി പുതുതായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് ഡേറ്റ് എന്നുള്ളടത്ത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ റീസൺ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി നമുക്ക് തരാനുള്ള ചെക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അറിയുന്നില്ല, അത് ഡയറക്റ്റ് ആയിട്ട് അത് ബാങ്കിലേക്കാണ് വരുന്നത്. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് പുതുതായിട്ടൊരു എൻട്രി നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഡേറ്റ് അടിച്ചു കൊടുക്കണം. അതേപോലെ ബാങ്ക് ചാർജസും ഇൻട്രസ്റ്റും, ഇത് മൂന്നും എന്താണ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റീകൺസിലേഷൻ ചെയ്യാന്നുള്ളത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വഴി തന്നെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഓഫീസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഫ്രം 1/5, അതേപോലെ തന്നെ 31/5. നമ്മൾ മെയ് മാസത്തെയാണ് റീകൺസിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്ന കോളംസ് പറഞ്ഞ ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ഡിപ്പോസിറ്റ്, വിഡ്രോവൽ, ബാലൻസ്. അതായത് നമ്മുടെ ലെഡ്ജറിൽ ഡെബിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ എന്തായിരിക്കും, ഡിപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ലെഡ്ജറിലെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, വിഡ്രോവൽ ആയിരിക്കും. അപ്പോൾ അതിന്റെ ബാലൻസ് ഫിഗറാണ് ഇവിടെ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ചെക്കിന്റെ നമ്പർ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ നമുക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസിനായതുകൊണ്ട് അങ്ങനെയുള്ള ചെക്ക് നമ്പർ ഒന്നും അങ്ങനെയൊന്നും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ എന്താണ് 6 lakh എന്തിനാണ് വന്നിരിക്കുന്നത്, ഡിപ്പോസിറ്റ് സൈഡിലാണ് 6 lakh വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ലെഡ്ജറിൽ ഈ ഫിഗർ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ രണ്ടിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ്, അതായത് 1/5 എന്നുള്ള ഡേറ്റ് ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ബാങ്കിന്റെ ലെഡ്ജറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ബാങ്കിന്റെ ലെഡ്ജർ വന്നു. അപ്പോൾ ഇവിടെ ബാങ്കിന്റെ ലെഡ്ജറിലാണെന്നെങ്കിൽ ഇവിടെ 6 lakh ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ഡേറ്റ് എന്നുള്ളടത്ത് നമ്മൾ എന്താണ് അടിക്കേണ്ടത്, സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് അടിക്കേണ്ടത്. അതായത് ഈ 6 lakh എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ താഴത്ത് നമുക്ക് നോക്കാം, നമ്മളുടെ ബാങ്കിന്റെ ക്ലോസിംഗ് ഡേറ്റ് നമുക്കിവിടെ നോക്കാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാലൻസ് കാണാൻ പറ്റും. ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ് പറഞ്ഞിട്ട് 4,53,000 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, എമൗണ്ട് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 6 lakh വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബാലൻസ് ആസ് പെർ ബാങ്ക് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ എന്താണ്, ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഈ റീകൺസിൽ ഡേറ്റ് അടിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മൾക്ക് ഈ ബാലൻസ് ആസ് പെർ ബാങ്ക് എന്നുള്ള കോളത്തിൽ ഫില്ല് ചെയ്തിട്ട് വരിക. അപ്പൊ ഇതാണ് ലാസ്റ്റ് ഫൈനൽ നമ്മളുടെ ബാലൻസ് ആയിട്ട് മാറുക.
ഇപ്പം ഞാനിവിടെ ബാങ്ക് ഡേറ്റ് എന്നുള്ളത് കാരണം 6 ലാക്ക് രണ്ടിലും വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഇപ്പോൾ 1/5 എന്നുള്ളത് അടിച്ചു. ഈ 1/5 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ബാലൻസ് ആസ് പെർ ബാങ്ക് എന്നുള്ളത് എന്താണ് 6 ലാക്ക് വന്നിട്ടുണ്ട്. അതായത് ആ ഫിഗർ അവിടെ രണ്ടിലും ഉണ്ട്. അപ്പോൾ രണ്ടിലും ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ ആ ഫിഗർ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് കറക്റ്റായി. അപ്പം നമ്മൾ അവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് ഇവിടെ ആ എമൗണ്ട് റിഫ്ലക്ട് ചെയ്തിട്ട് കാണിക്കുക. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റിലെ ട്രാൻസാക്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രോയിങ്സ് പറഞ്ഞിട്ട് 5,000 നമുക്ക് വിഡ്രോവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലെഡ്ജറിൽ എവിടെ ഉണ്ടായിരിക്കണം? ക്രെഡിറ്റിലാണ് ഈ എമൗണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ആ എമൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 5,000 എന്താണ് ഇവിടെ ക്രെഡിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഡേറ്റ് ആണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 1/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. അപ്പോൾ 1/5 അടിച്ചു കൊടുത്തോട് കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ എമൗണ്ട് 5,95,000 രൂപയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് 18,000. അതെവിടെയാണ് വന്നിരിക്കുന്നത്? വിഡ്രോവലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ലെഡ്ജറിൽ എവിടെ ഉണ്ടായിരിക്കണം? ക്രെഡിറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ 18,000 ഉണ്ട്. അപ്പോൾ 18,000 നമുക്ക് ഡേറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2/5 നമ്മളിവിടെ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് എന്താണ് സ്റ്റേറ്റ്മെന്റിൽ ഉള്ളതെന്നുള്ളത് നോക്കാം. സ്റ്റേറ്റ്മെന്റിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2/5 ഇവിടെ 70,000 വിഡ്രോവലിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് സ്റ്റേറ്റ്മെന്റിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ലെഡ്ജറിൽ പോയിട്ട് നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാം. ലെഡ്ജർ എടുക്കാം. ഇവിടെ നമുക്ക് 70,000 വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡേറ്റ് അടിച്ചു കൊടുക്കാം. 2/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ അടുത്തത് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ 2/5 തന്നെയാണ് സാലറി ഉണ്ട് 15,000 വിഡ്രോവലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഡേറ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ സാലറി വന്നിട്ടുണ്ട്. സാലറി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 15,000 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 15,000 അവിടെ നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാം. 2/5 നമ്മൾ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ റെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെന്റ് എത്രയാണ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്? 10,000 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ലെഡ്ജറിൽ നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ റെന്റിൻ്റെ അവിടെ നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ റെന്റിൻ്റെ അവിടെ ഡേറ്റ് പറയുന്നത് 31/5 ആണ്. ഇവിടെ 31/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. ഇനി അടുത്തത് എന്താണ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളതെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇവിടെ കമ്പ്യൂട്ടറാണ്. 31/5 കമ്പ്യൂട്ടർ 21,000 ആണ് വന്നിരിക്കുന്നത്. വിഡ്രോവലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഡ്ജറിൽ പോയിട്ട് നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ കമ്പ്യൂട്ടർ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഡേറ്റ് എന്നുള്ളടത്ത് നമുക്ക് ഇവിടെ 31/5 അടിച്ചു കൊടുക്കാം. 31/5 അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത പറഞ്ഞിരിക്കുന്നത് സൂര്യാണ്. അവിടെ ഡിപ്പോസിറ്റ് സൈഡിലാണ് 50,000 വന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്കിവിടെ നോക്കാം സൂര്യ നമ്മളുടെ ലെഡ്ജറിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സൂര്യ നമ്മുടെ ലെഡ്ജറിൽ ഇവിടെ കാണുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഫിഗർ വന്നിട്ടുണ്ട്, ലെഡ്ജറിൽ വന്നിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പുതുതായിട്ടൊരു എൻട്രി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അതിന് ഡേറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റിലുള്ളതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുതുതായിട്ട് എൻട്രി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി സ്റ്റേറ്റ്മെന്റിൽ ഏതാണെന്നുള്ളത് അടുത്തത് നോക്കാം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ KK മാർട്ട് പറഞ്ഞിട്ടുണ്ട് 20,000 ഡിപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ലെഡ്ജറിൽ ഉണ്ടോ നോക്കാം. അപ്പോൾ അതും നമുക്ക് ഇവിടെ കാണുന്നില്ല. KK മാർട്ടിന്റെ എൻട്രിയും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതൊന്നും എന്താണ് നമുക്ക് പുതുതായിട്ട് നമുക്ക് എന്താണ് ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എന്താണ് പുതുതായിട്ട് ട്രാൻസാക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവിടെ ബാങ്ക് ചാർജാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് ചാർജും എന്താണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ ബാങ്ക് ചാർജും എന്താണ് നമ്മുടെ ലെഡ്ജറിൽ ഉണ്ടായിരിക്കില്ല. കാരണം സ്റ്റേറ്റ്മെന്റിലാണല്ലോ ആദ്യം അത് ഉണ്ടാവുക. കാരണം അത് സ്റ്റേറ്റ്മെന്റിലാണ് വന്നിട്ടുണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റും. അപ്പോൾ ഈ 4 ഫിഗറും എന്താണ് ഇപ്പം എന്താണ് നമ്മുടെ ലെഡ്ജറിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് 4 നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 50,000 20,000 എന്താണ് ഡിപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയതായിട്ടുള്ളതാണ്. അതേപോലെ 1,200 എന്താണ് ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. 950 എന്താണ് നമുക്ക് ബാങ്ക് ചാർജ് എന്താണ് നമുക്ക് പേയ്മെന്റിൽ പോയിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ലെഡ്ജറിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഡേറ്റുകളൊക്കെ നമുക്ക് എൻട്രി അടിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു എൻട്രി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റിലെ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് നമ്മുടെ ലെഡ്ജറിലേക്ക് കയറ്റണം.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ നമ്മളെ വൗച്ചറിലേക്ക് പോയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് എസ്കേപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് വൗച്ചറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓൾട്ട് എ അടിച്ചിട്ട്, അതായത് പുതിയൊരു വൗച്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ് ഓൾട്ട് എ. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ആ എൻട്രി നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് ഡേറ്റ് അടിച്ചു കൊടുക്കും വേണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് എ ആഡ് എ വൗച്ചർ. അപ്പോൾ നമുക്ക് അതിന് ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ 31-ാം തീയതിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 31/5 എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് എൻട്രി നമുക്ക് ഏതാണ് സ്റ്റേറ്റ്മെന്റ് ഉള്ളതെന്നുള്ളത് നോക്കാം. നമ്മുടെ ലെഡ്ജറിൽ വരാത്ത എൻട്രി ഏതാണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നുള്ള ഫസ്റ്റ് എൻട്രി പറയുന്നത് ഇവിടെ സൂര്യാണ്. 50,000 ഡിപ്പോസിറ്റിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ KK മാർട്ട് 20,000 വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 എൻട്രി നമുക്ക് ചെയ്യാം. ഇപ്പോൾ റെസിപ്റ്റ് എടുത്തു. ഇവിടെ നമുക്ക് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ റെസിപ്റ്റിലാണെന്നുണ്ടെങ്കിൽ എന്താണ് സൂര്യാണ്. ഇപ്പോൾ നമുക്കിവിടെ സൂര്യ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. സൂര്യ എടുത്തു. ഇപ്പോൾ സൂര്യക്കാണെങ്കിൽ എമൗണ്ട് പറയുന്നത് 50,000 ആണ്. ഇവിടെ നമ്മൾ 50,000 അടിച്ചു. ഇവിടെ നമുക്ക് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ബാങ്ക് വന്നു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഡേറ്റ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി അടുത്തൊരു എൻട്രി ഏതാണ് ചെയ്യേണ്ടത്? KK മാർട്ടാണ്. 20,000 ആണ്. വീണ്ടും നമ്മൾ എന്താണ് ഓൾട്ട് എ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് KK മാർട്ട് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും എന്താണ് നമുക്ക് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് KK മാർട്ടാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് KK മാർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. 20,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 20,000 അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ അക്കൗണ്ടിലാണ് വരിക. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇത് അഡ്വാൻസ് തരുന്നതായിരിക്കും. അപ്പോൾ ഈ പാർട്ടി നമ്മൾ ഈ പാർട്ടിയായിട്ട് ട്രാൻസാക്ഷൻ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ പാർട്ടി അഡ്വാൻസ് ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് അഡ്വാൻസിക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്വാൻസിക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ അഡ്വാൻസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ബാങ്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഈ എൻ്റർ അടിച്ചിട്ട് അപ്പോൾ ഇവിടെ ഡേറ്റ് നമുക്ക് 31/5 കൊടുക്കാം. ഇവിടെ 31/5 കൊടുത്തു, എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. ഇനി നമ്മൾ എൻ്റർ ചെയ്യാനുള്ള അടുത്ത ട്രാൻസാക്ഷൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാങ്ക് ചാർജ് ഉണ്ട്, 950 rupees ഉണ്ട്. അത് നമ്മൾ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ വീണ്ടും ഓൾട്ട് എ അടിച്ചു. അപ്പോൾ നമുക്കിനി ബാങ്ക് ഇൻട്രസ്റ്റ്, അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് ചാർജിൻ്റെ എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. നമ്മൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഡേറ്റ് 31/5 ആണ്. അപ്പോൾ F2 അടിച്ചു. ഇവിടെ 31/5 കൊടുക്കാം, എൻ്റർ അടിച്ചു. ബാങ്ക് ചാർജസ് കൊടുക്കാം. ബാങ്ക് ചാർജസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. എമൗണ്ട് 950 കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ബാങ്ക് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. 31/5 ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അടുത്ത എൻട്രി പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഓൾട്ട് എ അടിച്ചു. ഇവിടെ വീണ്ടും നമുക്ക് എന്താണ് കിട്ടുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ബാങ്ക് ഇൻട്രസ്റ്റ് കാണിക്കാം, 1200 ആണ്. 1200 കാണിച്ചു. ഇവിടെ ബാങ്ക് കാണിച്ചു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്താണ് നമുക്ക് 31/5 ആണ്. ഇവിടെ 31/5 കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ 31/5 കൊടുക്കാം, ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഇപ്പോൾ ചെയ്തിട്ടുള്ള എൻട്രീസിനൊക്കെ ഡേറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്കത് സ്റ്റേറ്റ്മെൻറ്റിൽ എന്നാണ് വന്നിരിക്കണം എന്നുള്ളത് നോക്കാം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കാം. KK മാർട്ടിൻ്റെ എൻട്രി ആണെങ്കിൽ 31/5 വന്നിരിക്കുന്നത്. KK മാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കാം. 31/5 അടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ അടുത്ത എൻട്രി എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അടുത്ത എൻട്രി സൂര്യ ഡീലറാണ്. സൂര്യ ഡീലർക്കാണെങ്കിൽ 50,000 ആണ്. അതും എന്താണ് 31/5 തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ 31/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ബാങ്ക് ചാർജ് ആയിരുന്നു. അതും സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനും ഡേറ്റ് അടിച്ചു കൊടുത്തു 31/5. നെക്സ്റ്റ് എൻട്രി പറയുന്നത് എന്തായിരുന്നു? ഇവിടെ ബാങ്ക് ഇൻട്രസ്റ്റ് ആണ്. അതും സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 31/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രി, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു വൈഷ്ണവ് ഏജൻസി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എൻട്രി കിടക്കുന്നുണ്ട്. 8,000 രൂപ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ വൈഷ്ണവിൻ്റെ ഒരു എൻട്രി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഒരു എൻട്രി നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെന്താണ് ബാങ്കിലേക്ക് എന്താണ് കളക്ഷനായിട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഡേറ്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത് അടുത്ത മാസമായിരിക്കും ചിലപ്പോൾ കളക്ഷന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതാണ് നമുക്ക് എന്താണ് ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് നമ്മൾ ടാലി ആക്കിയത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് നമ്മുടെ ബാങ്ക് ലെഡ്ജർ എന്താണ് ടാലി ആക്കേണ്ടത്. അപ്പോൾ അത് നെക്സ്റ്റ് മന്തിലായിരിക്കും ആ ചെക്ക് ക്ലിയർ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ 531,250 ആണ് ഈ മെയ് മന്തിലെ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള ബാലൻസ്. അപ്പോൾ അത് തന്നെ വേണം നമുക്ക് എന്താ ലെഡ്ജറിൽ നമ്മൾ റീകൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബാലൻസ് ആസ് പെർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടണം. അപ്പോൾ ഈ ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം.
ഇവിടെ നമുക്ക് നോക്കാം ബാലൻസ് ആസ് പെർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 531,250 കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 531,250. അപ്പൊ നമ്മൾ അങ്ങനെ റീകൺസിലേഷൻ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിലാണ് ടാലിയിൽ റീകൺസിലേഷൻ ചെയ്യുക. അപ്പോൾ റീകൺസിലേഷൻ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്. എന്താണ്? ഒന്ന്, ലെഡ്ജറിലും സ്റ്റേറ്റ്മെന്റിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. രണ്ടാമത്തുള്ള കാര്യം എന്താണ്? ലെഡ്ജറിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എന്നാണോ സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത് അപ്പം മാത്രമാണ് നമ്മൾ അതിന് ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ടായിരിക്കും, അത് ലെഡ്ജറിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് പുതുതായിട്ടൊരു എൻട്രി ആഡ് ചെയ്യുക. ഓൾട്ട് എ അടിച്ചിട്ട് നമുക്ക് ആ എൻട്രി ആഡ് ചെയ്യാം. വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മുടെ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസിലേക്ക് മുട്ടിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.